IHLA Australia and Pavalam Cook-Off Smart Curry Powder. See Kerala Super Show co-presented by Sunfeast Wowzers, co-powered by Indian Institute of Commerce, Lakshya and Ujala Crisp and Shine. Our ice cream partner Camry Ice Cream, special partners Kia Ceros, Aquastar UPVC Rain Gutters and Cardia Coconut Oil. Our energy partner Suntips Tea. Welcome to Super Show. ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ഫാമിലി ലൈഫ് എങ്ങനെ വേണം എന്നുള്ള പ്ലാനിങ്ങിനേക്കാൾ കൂടുതലാണ് കല്യാണത്തിന് മുമ്പായിട്ട് നമ്മുടെ സേവ് ദ ഡേറ്റ് എങ്ങനെ വേണം എന്ന്. ട്രെൻഡായ ട്രെൻഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അഡ്വഞ്ചറസ് ആയിട്ടും ഭയങ്കര എന്താ പറയാ റൊമാൻറ്റിക് ആയിട്ടും ഒരുപാട് സേവ് ദ ഡേറ്റ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു ഡേറ്റ് നിങ്ങൾ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. ആരെ കല്യാണം കഴിക്കാൻ പോണെന്നുള്ളത് അറിയണ്ടേ? ഒരു വ്യത്യസ്തമായ സേവ് ദ ഡേറ്റുമായിട്ട് വരുന്നു കേരള സൂപ്പർ ഷോ ടീം. സാർ എന്തൊക്കെയാ സാറേ കാണിക്കുന്നേ? ഒന്നാമതെ കണ്ണും കാണത്തില്ല സാർ. ഓക്കെ, ഇത്രയും ഭാഗമുള്ള ഇനി ഡയലോഗ്. ഭൂമിയിലെ സുന്ദരിയായ സ്ത്രീകളെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സുന്ദരനായ ഗന്ധർവന്മാർ സ്നേഹിച്ച് വശീകരിച്ച് അവസാനം എല്ലാം കഴിഞ്ഞ് വഞ്ചിച്ച് തിരിച്ചു പോകാറാണ് പതിവ്. അതെ, ഇനി സമയമുണ്ട്, ചിന്തിക്കാം. എന്റെ ഗന്ധർവൻ അങ്ങനെയാണോ? നിന്റെ ഈ ഗൗതമൻ ഗന്ധർവൻ ഒരിക്കലും അങ്ങനെയല്ല. മാന്യമിത്രമേ, ഈ വരുന്ന സെപ്റ്റംബർ എത്രാം തീയതി? അതെന്താ എനിക്ക് പറയാൻ കിട്ടാത്ത? സാറിന്റെ കൈ നിൽക്കുന്നില്ല. അതെന്താന്നറിയാമോ? റിഹേഴ്സൽ പക്കയായിരുന്നു. ഈ ക്യാമറയുടെ മുമ്പിൽ വന്നാരോട് പേടിയാണോ സാറേ? ഒന്നാമത്തെ കാര്യം വെച്ചത് ഈ ഷേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ പരിപാടിയില് ഞാൻ വൈറൽ കട്ട് തരാൻ വേണ്ടിട്ടാണ് എന്റെ ഉദ്ദേശം. പക്ഷെ സാറ് ഡയലോഗ് പറയുന്നില്ലാത്ത കാരണം നമുക്ക് വീഡിയോ വേണ്ട, നമുക്ക് സ്റ്റിൽ എടുക്കാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അതിനെ പറഞ്ഞാൽ പറ്റും. ഈ വീഡിയോ കണ്ട് ജനങ്ങള് വൈറലായാലും ശേഷമേ ഞങ്ങളുടെ കല്യാണം നടക്കുള്ളൂ. 5 മണിയാകുമ്പോ വായിക്കപ്പാ. അതെ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും. സാറിന് നല്ല ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങ് മൂലെ ഒരു 5 മിനിറ്റുള്ളിൽ ഡയലോഗ് പഠിച്ചോണ്ട് വരണം. ഓക്കെ ഓക്കെ കേട്ടോ? 60 മിനിറ്റ്. അതെ, ഈ ഒന്നേ സാധനങ്ങളെല്ലാം പെറുക്കി വെച്ചേ. പിക്കാസോ? എന്റെ ദൈവം തമ്പുരാനെ, നീ എന്റെ കൂടെ വന്ന് ഇത്ര എഴുത്തുമാനുള്ള ഒരാളെ കിട്ടിയില്ലോ. പിക്കാസിനൊക്കെ അറിയോ? ഇല്ല, മണ്ണിന് കുഴിയെടുക്കാൻ പോണ എനിക്ക് പിക്കാസ് അറിയത്തില്ലേ. ടാറ്റയുടെ പിക്കാസാണ് നല്ലത്, ചുമന്ന പെയിന്റ് അടിച്ച. ഇല്ല, ലൈലാലിന്റെ തൂമ്പ അതിന് നല്ലത്. എടാ, നിന്നെ അതിനാണോ വിളിച്ചേ? നിന്നെ വിളിച്ച എന്റെ ക്യാമറ അസിസ്റ്റന്റ് ആയിട്ടല്ലേ? നീ ആ പണി ചെയ്താ പോരെ? പിന്നെ ഈ പിക്കാസും മണ്ണ് വന്തി കാട്ടിങ് വരണ്ട. പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കൊടയൊക്കെ ഇവിടെ. അല്ല, പണി തുടങ്ങാൻ പോകുവാണെങ്കിലേ ആ രമേശ് ശാന്ത ചേച്ചി കൂടെ വിളിച്ച ഒരു കൈസഹായമായി. മണ്ണ് ഞാൻ ഇളക്കിടുമ്പോ അവര് കുട്ടയ്ക്ക് ചുമന്നുകൊണ്ട് കൊണ്ട് കളയും. ഇനി മേലാൽ മൈക്കാറ് പണിയുടെ കാര്യം നീ ഇവിടെ മിണ്ടിപ്പോര്. നീ ലൈറ്റ് ഇവിടെ ലൈറ്റ് ഇല്ലേ? നീ അയാളെ പോലെ തന്നെയാണല്ലോ. ഇത് കണ്ടോ? ഇത് 85-ന്റെ ലെൻസാണ്. ഇത് വെച്ച് ഇങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന നവ്യ കുഞ്ഞിന്റെ പല്ല് നല്ല മുല്ലപ്പൂ പോലെ കാണാൻ പറ്റും. അപ്പൊ ഫോട്ടോ ചോദിക്കുമ്പോ നിങ്ങൾ ഇതിൽ പുട്ട വെച്ച് കൊടുക്കുവോ? ഈ കണ്ണാടി അങ്ങോട്ട് എടുത്ത് വെച്ച് നോക്കിയാണ് ഇതെന്തോന്നു? അയ്യോ, പുട്ടൂറ്റി എന്റെ ഭാര്യ ഇപ്പൊ 85-ന്റെ ലെൻസ് വെച്ച് പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാനൊരു 65 മോഡൽ ഫോട്ടോഗ്രാഫറാ. ദൈവത്തെ ഓർത്ത് ഈ ഷേവ് ദ ഡേറ്റ് എനിക്ക് വളരെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ഒരു വർക്കാണ്. അതിന്റെ അകത്ത് നീ മണ്ണ് വാരിയിടരുത്, മനസ്സിലായോ? ഈ ഷേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്തോന്ന്? ഷേവ് ഡേറ്റ് എന്ന് പറഞ്ഞാല് എന്താ ഷേവ്? എനിക്കറിയത്തില്ല. എനിക്കറിയാമെങ്കിൽ ഞാൻ നിങ്ങളോട് വരും. അപ്പൊ ഒന്നും നോക്കണ്ട, നമുക്ക് അടിച്ച് കയറാം.
ഈ ബാലയ്ക്ക് വീഡിയോ പിടിക്കാനാണോ നമ്മൾ വിളിച്ചത്? ഇത് ബാലയല്ലെന്ന്. പിന്നെ ഞാൻ ഇവർക്ക് കൊടുത്ത ഒരു തീമാണ്. ആണോ? സുന്ദരിയായ ഈ പെൺകുട്ടി ആ. സ്വർഗത്തിൽ നിറങ്ങി വന്ന സുന്ദരനായ ഗന്ധർവനുമായി പ്രണയബദ്ധരാകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ പൈസ ഒക്കെ മേടിച്ചായിരുന്നോ നേരത്തെ? പൈസ കുറച്ച് കിട്ടി. അല്ല, ഫുള്ള് പൈസ മേടിക്കണം നന്നായിരിക്കും. എന്താ അല്ല, ഗന്ധർവൻ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടുകാർ വിശ്വസിക്കില്ല, പിന്നെയല്ലേ നാട്ടുകാർ. കുറച്ച് മിണ്ടല്ലേ, ഈ വർക്കിന്റെ 10 പൈസ കിട്ടുന്ന. അപ്പളേ നിങ്ങൾ ശരിക്കും ഒന്ന് മിങ്കിളായി വരാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് സ്റ്റിൽ എടുക്കാം. ഈ സ്റ്റിൽ എടുക്കുമെന്ന് പറയുമ്പോ ഏത് ആറ്റിറ്റ്യൂഡിലാണ്? ഓ, ഇനി ആറ്റിന്റെ ചോട്ടിൽ പോയിട്ടൊക്കെ എടുക്കാം. അവിടെ ഇതെല്ലാം കൂടെ ചുമന്ന് ഈ കുന്നിന്റെ വണ്ടേ കൊണ്ടുവന്ന എനിക്കറിയാം. എനിക്ക് ആറ്റും ചോട്ടിലൊന്നും വയ്യ. വേണം, ആറ്റിൻ ചോട്ടിലൊന്നും പോകണ്ട. ഈ പ്രകൃതി ഭംഗിയിൽ ഇവിടെ തന്നെ എടുക്കാം. കൺട്രി ഫെലോസ്. അപ്പൊ ഏത് ആംഗിളാണ് എടുക്കുന്നത്? ഓരോ അങ്കിളും എടുക്കുമല്ലോ, ഈ അങ്കിള് തന്നെ എടുക്കും. 2 ലക്ഷം രൂപയുടെ ക്യാമറയാ, വെറുതെ ഒന്നും അല്ല അങ്ങ് വന്നേക്കുന്നത്. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ എടുക്കുന്ന ഓരോ ഫോട്ടോയും വെറുതെ ആവത്തില്ല. ഇല്ല, ഞങ്ങള് പൈസ തരുമല്ല. പൈസ തരണം. ഞാൻ എടുക്കുന്ന ഓരോ ഫോട്ടോയ്ക്കും അതിന്റെ അർത്ഥമുണ്ട്. അർത്ഥം. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഏത് തീമാ എടുക്കുന്നത്? എന്ത് തീമാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പൊ തോന്നുന്നത് എന്താണ് പ്രണയം. ഓ, എന്താണ് പ്രശ്നം? അത് മോള് എന്താണ് പ്രണയം ഒരു ചോദ്യചിഹ്നമാ. ശരി. മേഡം കാണിച്ചോ എന്താണ് പ്രണയം. ഒരു ചോദ്യചിഹ്നം. ഇതെന്താ കൈ പൊക്കി പിടിച്ച ധ്യാനം? ഇത് ചെയ്തില്ലെങ്കിൽ ഗന്ധർവന്റെ ഒരു പൂർണ്ണത ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് ചോദിച്ചില്ല. പള്ളിയിൽ അച്ഛന്മാരൊക്കെ കൂട്ടാക്കുത്തി എന്ന് പ്രാർത്ഥിക്കുന്നത്. പൂർണ്ണത കിട്ടുള്ളൂ ഗന്ധർവന്. അതെയോ? എടുക്കട്ടെ. ബാക്കിയെല്ലാം കറക്റ്റ്, അതും കൂടെ വെച്ചാൽ പൂർണ്ണതയാ. മറ്റേ അലൻസ മറ്റേ 69 വെച്ചേക്കുന്നേ. 69. അയ്യോ മേഡം, നിങ്ങൾ രണ്ടുപേരുടെ മുഖത്ത് ഏതാണ്ടൊക്കെ ഇരിക്കുന്നത്. പോയി ടച്ച് ചെയ്തിട്ട് ടച്ച് ചെയ്ത്. ഇതിന്റെ ഇടയിൽ സമയമില്ല, 5 മണിക്ക് ബാക്കിപ്പാണ്. ഒന്നുമില്ല, എന്റെ ഒന്നുമില്ല, ഒന്നുമില്ലല്ലോ. നീ നോക്ക്. ഇതിനകത്ത് ചെലന്തി വല ഇരിക്കണമെന്നോ? എന്താ സംഭവം? കൊറോണ കഴിഞ്ഞിട്ടുള്ള ആദ്യ വർക്കായിരുന്നു, അതിനകത്ത് ചെലന്തി വല കിട്ടിയിരിക്കണം. സൂത്തുകളാ? എന്തോന്ന് സൂത്തുകളത്തി വിട്. സാർ ആരെന്ന് പറഞ്ഞ? KCB സബ് എഞ്ചിനീയർ. സൂത്ത് കളയെന്ന്. സാർ റെഡി? സാർ ഒന്ന് ചിരിച്ചേ. അയ്യോ അയ്യോ, ചിരിച്ചങ്ങ് കുഴയോ. ആ കുഴച്ചിലൊന്നും കിട്ടില്ല. ഫോട്ടോ എടുക്കുകയാണ് സാറേ. സ്റ്റിൽ ഫോട്ടോയാണ്. അപ്പൊ എനിക്കൊരു ലുക്ക് തരുമോ സാർ? ഇവിടെ 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 ലുക്ക്. ചിന്നപ്പ് ചിന്നപ്പ് ചിന്നപ്പ്. മനസ്സിലായില്ല, എന്താന്ന് ചോദിക്കുക. അയ്യോ, എന്താന്നല്ല, ചിന്നപ്പ്. എന്തോരം വേണം പറഞ്ഞത്? ചിന്നപ്പ് 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 ചിഹ്നം. അയ്യോ, ചിഹ്നം. ആവശ്യം പോലെ കറണ്ട് ഉണ്ട്. ഇച്ചിരി കറണ്ട് പിടിച്ച് കൊടുത്തിട്ട് ഈ മനുഷ്യ ഒന്ന് നന്നായി. മോക്കൊരു കുഴപ്പമില്ല. ആ ചിന്റെ പോരപ്പോഴേ ഇവിടുത്തെ ചെറുമ്പത്തിരി വലിഞ്ഞു. നമുക്ക് എന്നാ വേറൊരു സാധനം വേറെ എടുക്കാം. ഇനി അടുത്തത് വേറെ തീമെന്ന് വെച്ചാല് സാറ് മേഡത്തിന്റെ കാല് പിടിക്കുന്നു. എന്ത് കാര്യത്തിന്? പിള്ളേ കാല് പിടിച്ചോ. ജീവിത അവസാനം വരെ കാല് പിടിക്കേണ്ടതല്ലേ? അതെ. അതിനൊരു കുറ്റബോധം വരാതിരിക്കാനാ. പിടിച്ചോ. റെഡി റെഡി. ആക്ഷൻ. താഴെ ഇട്ടു. തെറ്റിക്കാതെ. തലവേനയാണോ? അല്ലല്ല, പിന്നെ എന്റെ ഈ തലയിലിരിക്കുന്ന നാലയിറ്റില്ലേ? എന്റെ തലയിലിരിക്കുന്ന ഈ നാലയിറ്റില്ലേ, അതിങ്ങനെ ഇടയ്ക്ക് അണുവേം കിടുവേം കിടുവേം അണുവേം ആളുകൾ കിടുവേം ചെയ്യുമ്പോൾ എനിക്ക് ആ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. സബ് എഞ്ചിനീയർ. അണവേം കെടുവേം കിടകട അണവേം. സാറേ, അത് അണവേം കിടവേ അല്ല, പ്ലച്ചന കത്തണ ലൈറ്റ്. കുഴപ്പമില്ല, എടുത്തു പോകാം. അല്ല, ഇനി ഒരു വെറൈറ്റി സാധനമാണ്. നമ്മളെപ്പോഴും കുടുംബനാഥന്മാർക്ക് ഒരു സ്ഥാനം കൊടുക്കണം, ഒരു വില കൊടുക്കണം. അതുകൊണ്ട് സാറ് തവള കിടക്കുന്ന പോലെ ഇപ്പൊ 2 കൈ നിലത്ത് കുത്ത്. അങ്ങനെ പറ്റുന്ന പറയല് വയറ് സമ്മതിക്കണ്ടേ? വയറിപ്ലേ സമ്മതിച്ചാലേ പിന്നെ ഗുണം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇരിക്കണം. മേഡം ഇതിന്റെ മുകളിൽ കയറിയിരിക്കണം. നമ്മൾ കുടുംബനാഥന്മാർക്ക് ഒരു വില സ്ഥാനം കൊടുക്കണ്ടേ? ഓ, അങ്ങനെയാണ് അതിന്റെ അർത്ഥം വന്നത്. അതെ, അങ്ങനെ ഇരുന്നു പോസ് ചെയ്യട്ടെ. ഇത് നല്ല ദൈവത്തെ ആരും ചെയ്യാത്തതാണല്ലേ. അങ്ങനെ ഒന്നോ ആ കാലം ഒന്ന് ചിരിച്ചോ. താണ്ട ഫോൺ അടിക്കാൻ തുടങ്ങി ഇതിന്റെ ഇടയ്ക്ക്. ഹലോ സുന്ദരി. ഇനി ഈ സമയത്ത് വിളിച്ച ആകെ കൂടെ കിട്ടിയൊരു വർക്കാ. നീ ഈ സമയത്ത് വിളിച്ച അങ്ങനെ അണവേം കിടവേ ഇപ്പൊ പ്രശ്നം ഉണ്ടാ? ഇല്ലല്ലോ. അങ്ങോട്ട് ചെല്ലണ്ട. അത് നോക്കാം. സാറ് KSABയുടെ എഞ്ചിനീയർ അല്ലേ? സാറ് പിന്നെ എന്തിനാ ഈ മണ്ണെല്ലാം തിന്നുന്നു? ആവശ്യത്തിനുള്ള സ്റ്റില്ലുകൾ കിട്ടിയിട്ടുണ്ട്. നേരെ വീഡിയോസിൽ കിടക്കാം. വീഡിയോ എടുത്ത് വൈറലാക്കിയിട്ട് കല്യാണം കഴിക്കാം. വീഡിയോ എടുക്കാം, പക്ഷെ ഡയലോഗ് കറക്റ്റ് ആയിരിക്കണം. മറ്റേ പാട്ടല്ലേ? അത് തന്നെ, അത് പ്ലേ ചെയ്യും. അത് കിട്ടും.
സുന്ദരിയായ സ്ത്രീകളെ നമ്മൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന സുന്ദരന്മാരായ ഗന്ധർവന്മാർ സ്നേഹിച്ച് വശീകരിച്ച് അവസാനം എല്ലാം കഴിഞ്ഞ് വഞ്ചിച്ച് ഉപേക്ഷിച്ച് കളയാറാണ് പതിവ്. ഇനി ഈ സമയമുണ്ട്, ട്രെയിലർ മാത്രമേ ഉള്ളൂ, പടം ഇറങ്ങിയില്ല. എന്റെ ഗന്ധർവൻ അങ്ങനെയാണോ? ഈ ഗൗതമൻ ഗന്ധർവൻ അതെ. ഒരിക്കലും അങ്ങനെയല്ല. മാന്യ മിത്രമേ, ഈ വരുന്ന സെറ്റിൽന്, എന്നാലും സെപ്റ്റംബർ എന്ന് പറയരുത്, എന്നാലും പറയരുത്. ഇത്ര മനോഹരമായിട്ട് എന്റെ അസിസ്റ്റന്റ് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ഈ ഡയലോഗ് പോർഷൻ മാത്രം ടൂപ്പിട്ട് ഈ മറ്റേ ഈ കെടുവടയും സാധനം വെക്കണോ? അത് വെച്ച് ഞാൻ കഴിഞ്ഞു പോകും. മാന്യമിത്രമേ, ഈ വരുന്ന സെപ്റ്റംബർ 26, അതായത് കൊല്ലവർഷം 1742 മകരം 3-ാം തീയതി തിങ്കളാഴ്ച പകൽ 10:30-നും 11 മണിക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ ഞാനും ഈ ദേവിയും കൂടി കൂന്തള്ളൂർ ദിവാകര ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹിതരാകുന്നു. അതിന്റെ ഇടയ്ക്കൊന്ന് കേറല്ലേ. ഒരു കാര്യം ചെയ്യും, ആ മ്യൂസിക്കും കൂടെ വന്നെങ്കിൽ ഒരു പഞ്ചാവുള്ളൂ. ആ മ്യൂസിക് ഇട്ട് കൊടുക്കൂ. ഇടുക്കൻ ഇത് വൈറലാവുന്ന ആളി കത്താൻ പോവാ. ഇനിയിപ്പോ ഞാൻ കല്യാണത്തിന് രാവിലെ അണിഞ്ഞൊരുങ്ങിയിട്ട് ചെന്നാ മതിയല്ല. സാറ് എന്ത് വർത്താനായി പറയുന്നേ? ഷേവ് ഡേറ്റിന് വന്ന് എന്റെ ക്യാമറ അസിസ്റ്റന്റ് സാറിന്റെ ഭാര്യയുമായിട്ട് ഒളിച്ചോടി. അത് വൈറൽ കത്താകാൻ പോവാണ്. അപ്പൊ ഇനിയിപ്പോ ഞാനിവിടെ നിന്നിട്ട് എന്താ വല്ല കാര്യമുണ്ടോ? ഞാനൊരു പാട്ടിട്ട് തരാം. ആ പാട്ടിന്റെ താളത്തിൽ അങ്ങ് ഔട്ടാകാവോ? അതെയോ?